ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഷെപ്പേർഡ് ഫീൽഡാണ്. ഷെപ്പേർഡ് ഫീൽഡ് എന്ന് പറയുന്നത് ക്രിസ്മസ് രാത്രി, അതായത് നാറ്റിവിറ്റി തിരുപ്പിറവി സംഭവിച്ച ആ ഒരു ദിവസത്തിലെ മാലാഖമാർ ഇടയന്മാർക്ക് സന്ദേശം നൽകിയ ആ ഒരു സ്ഥലത്തെ വിശേഷങ്ങളും കാഴ്ചകളുമാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ യുദ്ധം കാരണം ഇവിടെ ക്ലോസ് ആണ്, ഫുള്ളി എമറ്റിയാണ്. അപ്പോൾ ജസ്റ്റ് ആവശ്യക്കാർക്ക് ഗേറ്റ് ഓപ്പൺ ആയിട്ട് വരാം. ആകെ 2 പേര് മാത്രമേ ഇപ്പോൾ ഞങ്ങൾ ഈ ഒരു ചർച്ചിലുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് തിരക്കില്ലാണ്ട്, ആൾക്കൂട്ടമില്ലാതെ ഉണ്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ പള്ളിയുടെ സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് ക്രിസ്തുവിൻ്റെ തിരുപ്പിറവിയുടെ സദ്വാർത്ത ലോകമൊട്ടാകെ ആദ്യമായി ലഭിച്ച ആ ഒരു പ്രദേശത്തേക്കുള്ളതാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ഇത് പാലസ്തീനിലുള്ള, അതായത് പാലസ്തീൻ പ്രദേശത്തെ വെസ്റ്റ് ബാങ്ക് എന്നറിയപ്പെടുന്ന സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ബെക്ഷഹോർ എന്ന് പറയുന്ന ആ ഒരു പട്ടണത്തിലാണ് ഈ ഒരു റോമൻ കാത്തലിക് ചർച്ച് സ്ഥിതി ചെയ്യുന്നത്. 1953 ഇറ്റാലിയൻ ആർക്കിടെക്ചറായിട്ടുള്ള അന്റോണിയോ ബർലൂസിയാണ് ഈ ഒരു മനോഹരമായിട്ടുള്ള ദേവാലയം പണികഴിപ്പിച്ചിരിക്കുന്നത്. ആട്ടിടയന്മാർ തീ കാഞ്ഞു എന്ന് വിശ്വസിക്കപ്പെടുന്ന 6-ാം നൂറ്റാണ്ടിൽ സ്ഥിതി ചെയ്തിട്ടുള്ള ആ ഒരു ചർച്ചിൻ്റെ തൊട്ട് ടോപ്പിലായിട്ടാണ് ഈ ഒരു പുതിയൊരു ചർച്ച് പണിതിരിക്കുന്നത്. ഇതിന് ഒട്ടനവധി സവിശേഷതകളുണ്ട്. ഈ പള്ളിയുടെ അകത്ത് ഫുള്ളായിട്ട് ഈ ഒരു ആട്ടിടയന്മാർക്ക് മാലാഖന്മാർ സദ്വാർത്ത നൽകുന്ന ഒരു വാർത്തയും അവർ ബെത്ലഹേം പോകുന്നതിൻ്റെയൊക്കെ ചിത്രീകരണങ്ങൾ നല്ല രീതിയിൽ മനോഹരമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഇതിൻ്റെ ഉൾവശം എന്ന് പറയുന്നത് 8 വശങ്ങളായിട്ട് ഉള്ള പില്ലറായിട്ട് സ്ഥിതി ചെയ്യുന്ന ആ ഒരു രീതിയിലാണ്, ഒരു ഇറ്റാലിയൻ ആർക്കിടെക്ചർ മോഡലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ താഴെയുള്ള ഗ്രോട്ടയിലാണ് ആട്ടിടയന്മാർ വെയിൽ കാഞ്ഞു എന്ന് വിശ്വസിക്കുന്നത്. ഈ ഒരു യുദ്ധസമയത്ത് ഇവിടെ അധികം ആരുമില്ല. അധികമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ 2 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒപ്പം തന്നെ ഈ ഒരു ദേവാലയം അടഞ്ഞു കിടക്കുകയാണ്. കാരണം ഇവിടെ തിരി കത്തിക്കാൻ പോലും ആരുമില്ല, അല്ലെങ്കിൽ ആരും വരുന്നില്ല എന്നുള്ളതാണ് കാണാൻ വേണ്ടിയിട്ട് സാധിച്ചത്. ഇവിടെ ദേവാലയം അടഞ്ഞു കിടക്കുകയാണ്. ഇനി നമ്മൾ നേരെ അതിൻ്റെ സൈഡ് വഴി പോയിട്ട് ഗ്രോട്ട ഓപ്പൺ ആണെന്നുള്ള കാര്യം ചെക്ക് ചെയ്യുകയാണ്. ആ ഒരു ഗ്രോട്ടയിൽ തിരുനാൾ ദിവസം, അല്ലെങ്കിൽ ഈ ഡിസംബർ കാലഘട്ടത്തിലൊക്കെ ഒട്ടനവധി ജനങ്ങൾ നിറയും, അനവധി ദിവ്യബലികൾ അർപ്പിക്കപ്പെടുന്ന ഒരു സ്ഥലമാണ് ആ ഒരു ഗ്രോട്ട എന്ന് പറയുന്നത്. എന്നാൽ ഇത്തവണ എന്താണ് കാണാൻ വേണ്ടി സാധിച്ചു എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ മനസ്സിലാക്കാം. ഓക്കെ, ഇവിടെയാണ്. സോ ഈ ഒരു ഏരിയയിലാണ് മംഗളവാർത്ത ലഭിച്ചത്, അല്ലെങ്കിൽ ആട്ടിടയന്മാർ തീ കാഞ്ഞ സ്ഥലമായിട്ട് കരുതപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പോവാം. ഇത് ഓപ്പണാണ്. സാധാരണ ക്രിസ്മസ് ദിനങ്ങളിൽ നമ്മളിവിടെ വരുമ്പോൾ ഇവിടെ ഒരു ഉണ്ണി പിറന്ന് കിടക്കുന്ന, അല്ലെങ്കിൽ ഉണ്ണീശോയുടെ രൂപം കാണാൻ വേണ്ടി സാധിക്കും. ഒപ്പം തന്നെ ഇവിടെ നല്ല മനോഹരമായിട്ട് ആട്ടിടയന്മാരുടെ രൂപങ്ങളും, അല്ലെങ്കിൽ ആ ഒരു രീതികളെല്ലാം വളരെ മനോഹരമായിട്ട് അവർ അതിൻ്റെ ഒരു ചെറിയൊരു രൂപം ഇവിടെ ചെയ്തു വച്ചിട്ടുണ്ടായിരിക്കും. ഒപ്പം തന്നെ ഇവിടെ ഈ ഒരു ആഘോഷങ്ങളില്ലാത്ത ഒരു ഉൾക്കൂട്ടിൽ ഉണ്ണി പറന്നിട്ടുണ്ട്. വെളിച്ചമില്ല, ലൈറ്റില്ല, ഒന്നുമില്ലാതെ കൊണ്ട് ഉണ്ണി പറന്ന് കിടക്കുകയാണ്. നമുക്കൊന്ന് ലൈറ്റ് ഇട്ട് നോക്കാം. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് ആട്ടിടയന്മാരുടെ ആ ഒരു തീ കാഞ്ഞ് ഇരുന്ന സ്ഥലമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. ഇപ്പോൾ ഈ ഒരു യുദ്ധ സമയത്ത് ഇവിടെ ലൈറ്റില്ല, ഒപ്പം തന്നെ ഒരു മെഴുകുതിരി പോലും കത്തിക്കാൻ വേണ്ടിയിട്ട് ആരുമില്ലാത്ത ആ ഒരു രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. എന്നാലും ഉണ്ണി അവിടെ പിറന്ന ആ ഒരു പുൽക്കൂട് റെഡിയായിട്ടുണ്ട്. ആ ഉണ്ണീശയാണ് സാധാരണ ഇവിടെയുള്ള ആ ഒരു അൾത്താരയിൽ വരാറുള്ളത്. അപ്പോൾ എനിവേ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഈ വർഷത്തെ
ക്രിസ്മസ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏതായാലും നമുക്ക് ബാക്കി പുറത്തുള്ള കാഴ്ചകൾ കാണാം. അപ്പോൾ ഗ്രോട്ടയിലുള്ള കാഴ്ചകൾ കണ്ട് പുറത്തിറങ്ങുമ്പോഴേക്കും നമുക്ക് 6-ാം നൂറ്റാണ്ടിൽ, അതായത് 4 മുതൽ 6-ാം നൂറ്റാണ്ട് വരെ പണിയെടുപ്പിച്ചിട്ടുള്ള റോമൻ കാത്തലിക് ചർച്ചിൻ്റെ പഴയ ഭാഗങ്ങളും ഒപ്പം തന്നെ ആ ഒരു അട്ടടിയന്മാരുടെ ഗുഹകളും ഗ്രോട്ടോസും എല്ലാം അടങ്ങുന്ന ഒരു വിശാലമായിട്ടുള്ള ഒരു പ്രദേശമാണ്. സാധാരണ ഇവിടെ നമുക്ക് പ്രവേശനം അനുവദിച്ചിട്ടുള്ളതാണ്. നമുക്ക് അകത്ത് കയറി എങ്ങനെയാണ് അവർ ആട്ടിടയന്മാർ അന്നത്തെ കാലത്ത് താമസിച്ചിരുന്നത്, എത്തരത്തിലുള്ള ഗുഹകളായിരുന്നു എന്നുള്ളതെല്ലാം കാണാൻ വേണ്ടിയിട്ടുള്ള അവസരമുണ്ട്. ഇപ്പോൾ ഈ ഒരു ആർക്കിയോളജിക്കൽ പഠനങ്ങൾ നടക്കുന്നത് കൊണ്ട് അവർ ഈ ഒരു ഏരിയ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഒരിക്കലെങ്കിലും ഈ ബദലേം സന്ദർശിക്കുമ്പോൾ ഇവിടെ വന്ന് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് ഈ ഒരു ഗ്രോട്ടോസും അല്ലെങ്കിൽ അവിടെയുള്ള ആ ഒരു ഓൾട്ടേഴ്സും എല്ലാം. അപ്പോൾ ഇത് 6-ാം നൂറ്റാണ്ടിൽ നേരത്തെ ഉണ്ടായിരുന്ന ചർച്ചിൻ്റെ ബാക്കി ഭാഗങ്ങളും ഒപ്പം തന്നെ ആ ഒരു ഗുഹകളുമാണ്, ആട്ടിടയന്മാർ താമസിച്ചിരുന്ന ഗുഹകളുമാണ്. ഇവിടെ മനോഹരമായിട്ടൊക്കെ അലങ്കരിച്ച് വളരെ വർണ്ണശോഭമായിട്ടിരിക്കുന്ന ഏരിയകൾ ഇന്ന് വിജനമാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. നേരത്തെ പറഞ്ഞതുപോലെയുണ്ട്, ഫുള്ള് ക്ലോസ് ആയതുകൊണ്ട് പള്ളിക്കുള്ളിലെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് സാധിച്ചില്ല. ഒപ്പം തന്നെ അവർ ആർക്കിയോളജിക്കലിൻ്റെ പഠനങ്ങൾ നടക്കുന്നത് കൊണ്ട് 6-ാം നൂറ്റാണ്ടിൽ ആ ഒരു പരിസരത്തേക്കും നമുക്ക് പ്രവേശനം ലഭിച്ചിട്ടില്ല. എനിവേ അല്ലാത്തപ്പോൾ വരുമ്പോൾ നമുക്ക് അകത്ത് കയറാനും ചെറിയ ഏരിയയിൽ കാണാൻ വേണ്ടി പറ്റും. പക്ഷേ ആട്ടിടയന്മാർക്ക് മംഗളവാർത്ത ലഭിച്ചു എന്നറിയപ്പെടുന്ന ആ ഒരു പരിസരത്തേക്ക് നമുക്ക് കയറാൻ വേണ്ടിയിട്ട് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീണ്ടും പുതിയൊരു കാഴ്ചയായിട്ട് കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ. ബൈ ബൈ.